ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിൽ കലഹം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചതായി ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസിൽ ആക്ഷേപം. പരാജയം സംബന്ധിച്ച് പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി.ജെ.പിയിലും പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയതായി ആക്ഷേപം. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനെതിരെ ഒരു വിഭാഗം രംഗത്ത്. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. പ്രമുഖ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സുവിശേഷ പ്രവർത്തകൻ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസിനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടിയത്. മുള്ളൂർക്കരയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം ലോറിക്ക് പുറകിലിടിച്ച് 8 പേർക്ക് പരിക്ക്. നിലമ്പൂർ വഴിക്കടവ് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വടക്കഞ്ചേരി ഓട്ടുപാറയിൽ 30 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഒരാൾ കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂരിൽ 22 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചേലക്കരയിലെ തോൽവിയിൽ കോൺഗ്രസിൽ കലഹം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചതായി കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ ആക്ഷേപമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ ലഭിച്ച വോട്ടുകൾ അപ്രത്യക്ഷമാക്കിയതിൽ കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയാണെന്നാണ് പ്രാദേശിക കോൺഗ്രസിൽ ഉയരുന്ന ആക്ഷേപം. സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതിനാൽ അംഗീകരിക്കേണ്ടി വന്നുവെന്ന് പ്രാദേശിക നേതൃത്വം പറയുന്നു. പാലക്കാടിനേക്കാൾ മികച്ച പ്രചരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റത് സംഘടനാ ദൌർബല്യം കൊണ്ടാണെന്ന് മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി. ചേലക്കരയിലെ തോൽവിയും പാലക്കാടിലെയും വയനാട്ടിലെയും വൻ വിജയവും പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ടാണ് LDFന് ഭൂരിപക്ഷം കുറഞ്ഞത്. ചേലക്കരയിൽ പാലക്കാടിനേക്കാൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. ചേലക്കരയിൽ പ്രചാരണത്തിൽ ഒരു വീഴ്ചയും ഇല്ലെന്നും എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിയതായും സതീശൻ പറഞ്ഞു. ഞങ്ങൾ തന്നെ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടിനേക്കാൾ നന്നായിട്ട് പ്രചരണം നടത്തിയ സ്ഥലം. ചേലക്കരയിലെ ആ പരാജയവും ഇവിടെ ഉണ്ടായ ഉജ്ജ്വലമായ വിജയവും വയനാട്ടിലുണ്ടായ ഈ പോളിംഗ് കുറഞ്ഞിട്ട് പോലും ഉണ്ടായ ഈ വൻ മുന്നേറ്റവും അതെല്ലാം ഞങ്ങൾ പഠിക്കും. തൃശൂരിലെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകളും ദൗർബല്യങ്ങളും പരിഹരിക്കും. 1 വർഷത്തിനുള്ളിൽ തൃശൂരിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി 20 വർഷം മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരുമെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട് വർഗീയതയുടെ വിജയമാണെന്ന് CPM പറയുന്നത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. BJPക്കും CPMനും ഒരേ നാവാണ്. BJPക്ക് വോട്ട് കുറഞ്ഞതിന് CPMന് എന്തിനാണ് സങ്കടം? 30 വർഷത്തോളമായി ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടുണ്ടെന്നും എന്നിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയുന്നതെന്നും സതീശൻ പറഞ്ഞു. BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJPക്കാരെക്കാളും സങ്കടം CPMനാണ്. ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് BJPക്കാരോട് ചോദിക്കാനുള്ള അന്ന് SDPIക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണോ? 18,874 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ജനങ്ങളെ അവഹേളിക്കുകയാണ്, ജനങ്ങളെ അപമാനിക്കുകയാണ്. 10-30 വർഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഈ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് CPM പറയാണ് BJPയുടെ കൂടെ നിന്നുകൊണ്ട്. പാലക്കാട് സന്ദീപ് വാര്യരുടെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്തുവെന്നും BJPയിൽ നിന്ന് കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ കൂട്ടക്കരച്ചിൽ CPMന്റെ ക്യാമ്പിൽ നിന്നായിരുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. TC വിനോസ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചതായി ആക്ഷേപമുയർന്നു. പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം N. ശിവരാജൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പുറത്തുനിന്ന് വന്ന BJP നേതാക്കൾക്ക് പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് ശിവരാജൻ പറഞ്ഞു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. C. കൃഷ്ണകുമാറിനെതിരെ എതിർപ്പുയർന്നപ്പോൾ നേതൃത്വം മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ടിയിരുന്നുവെന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. K. സുരേന്ദ്രനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം വരും ദിവസങ്ങളിൽ ശക്തമാകും. മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച സുരേന്ദ്രന്റെ തന്ത്രങ്ങളെല്ലാം പാളിയതായും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയം ഉറപ്പായിരുന്നുവെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്.
ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് പരിശോധിക്കുമെന്ന് MP കെ രാധാകൃഷ്ണൻ. ചേലക്കരയിലെ BJP വോട്ട് വർദ്ധിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണ്. വർഗീയ വേർതിരിവ് നടത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. BJPയുടെ വോട്ട് ശതമാനം കൂടിയ സാഹചര്യം പരിശോധിക്കുമെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 28,000 ആയിരുന്നു, ഇപ്പോൾ 33,000-ലേക്ക് കൂടി. BJP കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള വർഗീയ വേർതിരിവ് നടത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് BJPയുടെ വോട്ട് ശതമാനം കൂടിയതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലിയ ക്യാമ്പയിനാണ് നടത്തിയത്. അത് BJPയും UDFും DMKയും നടത്തിയെന്നും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. പാലപ്പിള്ളിയിൽ നിന്ന് കുണ്ടായി ചൊക്കന പ്രദേശത്തേക്കുള്ള റോഡിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ മേഖലയിൽ മാസങ്ങളായി ആനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ അക്രമാസക്തരായതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത്. ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണിത്. ആനകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തിയതോടെ നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർന്നിരിക്കുകയാണ്. പ്രദേശത്തെ പറമ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും ആനകൾ ഇറങ്ങി ഭീതി വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ റോഡിൽ പിടിയാന ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് സമീപത്തായി റോഡിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. കാട്ടാനാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാർ രക്ഷപ്പെടുന്നത്. കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ നിന്ന് റോഡിലേക്കിറങ്ങുന്ന ആനകളെ അടുത്തെത്തുമ്പോഴാണ് വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത്. വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർത്ത് ആനകളെ തടയുകയാണ് ഏക പോംവഴി. ഇതിനായി പലതവണ നാട്ടുകാർ വനം വകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ ഒഴിഞ്ഞുമാറുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തടയാൻ യാതൊരു മാർഗവുമില്ലെന്ന നിലപാടിലാണ് വനപാലകർ. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും അക്രമാസക്തരാകുന്ന ആനകൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയ സുവിശേഷ പ്രവർത്തകൻ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസിനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടിയത്. മലേഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. വൈദികനെന്ന് പരിചയപ്പെടുത്തിയ ജേക്കബ് തോമസ് തമിഴ്നാട്ടിലെ പ്രമുഖ കോളേജിൽ സ്റ്റാഫ് കോട്ടയിൽ MBBS സീറ്റ് നൽകാമെന്നായിരുന്നു രക്ഷിതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത്. ഇയാൾക്കെതിരെ കേരളത്തിനകത്തും പുറത്തും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ജേക്കബ് തോമസിന്റെ മകൻ ഉൾപ്പെടെയുള്ളവരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്പെക്ടർ ലാൽകുമാർ, സബ് ഇൻസ്പെക്ടർ സുജിത് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. മുള്ളൂർക്കരയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ ലോറിക്ക് പുറകിലിടിച്ച് 8 പേർക്ക് പരിക്ക്. നിലമ്പൂർ വഴിക്കടവ് സ്വദേശികളായ സദാശിവൻ, നിത്യ, സുശീല, വിജയമ്മ, മോഹനൻ, സാവിത്രി, രാജി, അഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവല്ലയ്ക്ക് തീർത്ഥാടന യാത്ര പോവുകയായിരുന്ന 16ഓളം പേർ സഞ്ചരിച്ചിരുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ ദിശയിൽ മരം കയറ്റി പോവുകയായിരുന്ന ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന 30ഓളം ചാക്ക് ഹാൻഡ്സാണ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ വാഹന പരിശോധനയ്ക്കിടയിലാണ് ലഹരി പിടികൂടിയത്. വാഹന ഡ്രൈവർ മലപ്പുറം പാലപ്പെട്ടി സ്വദേശി അബ്ദുൽ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്ന ഹാൻഡ്സാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി CI റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ SI ഹുസൈനാർ, CPMമാരായ സൈനുദ്ദീൻ, പൗലോസ്, മനോജ് എന്നിവർ ഹാൻഡ്സ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ 22 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിൽ. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി നാസറിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് താമസക്കാരനായ എറണാകുളം ഉദ്യോഗമണ്ഡൽ സ്വദേശി ജയേഷ്, തൊടുപുഴ സ്വദേശി അൻസൽ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഞ്ചാവ് കടത്തിയ ജയേഷിനും അൻസലിനും കഞ്ചാവ് വാങ്ങാനായി 35,000 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു നൽകിയത് നാസറാണെന്ന് പോലീസ് പറഞ്ഞു. അന്നമനടയിൽ യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. കല്ലൂർ സ്വദേശി കളത്തിൽ 23 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. മാള ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പൗരാവകാശങ്ങളെ ജാതീയതയുടെ പേരിൽ ഇല്ലാതാക്കുവാനുള്ള ശ്രമം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നേരിടേണ്ടതുണ്ടെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്കരി നയിക്കുന്ന മാനവ സഞ്ചാരത്തിന് തൃശൂരിൽ നൽകിയ സ്വീകരണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും വിവിധ മതങ്ങളിൽ വിശ്വസിക്കുമ്പോഴും മനുഷ്യൻ എന്ന ആശയത്തിലും ബന്ധത്തിലും ചേർന്നു നിൽക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
EMS സ്ക്വയറിൽ നടന്ന സംഗമത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, മുൻ MP TN പ്രതാപൻ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ, SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി, PSK മൊയ്തു ബാഖവി, സയ്യിദ് ഫസൽ തങ്ങൾ, മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ റിജി, സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഏറിയാട് എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകിയ വീൽചെയറുകൾ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ചടങ്ങിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ R. ഷാജിക്ക് കൈമാറി. സംഗമത്തിന് മുന്നോടിയായി സ്വരാജ് റൌണ്ടിൽ നടന്ന സൗഹൃദം നടത്തത്തിൽ 100 കണക്കിന് പേർ അണിനിരന്നു. നാം ഈ പ്രിയപ്പെട്ട മാനവ സഞ്ചാരത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഏതു മതത്തിൽ നാം വിശ്വസിക്കുമ്പോഴും, ഏത് ജാതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും, ഏത് വിധത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മളെ ഒരുമിച്ചു നിർത്തുന്ന ബഹുസ്വരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി നാം മനുഷ്യനാണ് എന്ന മഹത്തായ ചിന്തയാണ് എന്നതാണ് ലോകത്തിൽ നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസിലിക്ക തീർത്ഥകേന്ദ്രത്തിലെ 99ാമത് പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നു. പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, സഹവികാരി ഫാദർ ഫെബിൻ ചിറയത്ത് എന്നിവർ സഹകാർമ്മികരായി. ദേവാലയ പ്രതിഷ്ഠാ ശതാബ്ദി വർഷ ദീപം തെളിയിക്കൽ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. തുടർന്ന് നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ പോത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോ പാച്ചേരി തിരുനാൾ സന്ദേശം നൽകി. ബസിലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണവും ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസിലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പ് നടന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികളാണ് എഴുന്നള്ളിപ്പിൽ പങ്കുചേർന്നത്. തിരുനാൾ സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ബാൻഡ് വാദ്യ മത്സരവും വർണ്ണമഴയും അരങ്ങേറും. ഹൃദയവേദന ഉണ്ടാകുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് മാധ്യമ പ്രവർത്തന രംഗത്ത് ഉണ്ടായതെന്നും പുലബന്ധമില്ലാത്ത വാർത്തകൾ നൽകുന്നതായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം 12ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആകാശത്ത് നിന്ന് വാർത്തകൾ മെനഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ സത്യസന്ധമായ വാർത്തകൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റായ വാർത്തകൾ നൽകിയാൽ ഖേദപ്രകടനവും നടത്തുന്നില്ല. ഹിറ്റ്ലർ ചെയ്തിരുന്നതുപോലെ നേതൃത്വത്തെ PR വർക്ക് ചെയ്തെടുക്കുന്ന സോഷ്യൽ മീഡിയ കാലമാണിതെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് A. മാധവൻ അധ്യക്ഷനായിരുന്നു. TJ സനീഷ് കുമാർ ജോസഫ് MLA, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ, ഫോറം ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, N. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാസ്തവരഹിതമായ, വാസ്തവവിരുദ്ധമായ, സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ധാരാളം വാർത്തകൾ ഉണ്ടാകുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാലം, ആദ്യത്തെ 10 ദിവസക്കാലം സത്യത്തിൽ തലയിൽ കൈവച്ചു. ഒരു ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തെറ്റായി വരികയാണ്, വാർത്തകൾ വരികയാണ്, ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കിയാണ്, സൃഷ്ടിക്കുകയാണ്. കേരള ക്ഷേത്രകല കുറുങ്കുഴൽ കലാകാര കൂട്ടായ്മയുടെ വാർഷികാഘോഷം തൃശൂരിൽ മേളപ്രമാണി പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രകല കുറുങ്കുഴൽ കൂട്ടായ്മ പ്രസിഡന്റ് പട്ടിക്കാട് അജി അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പൊതുവാൾ പ്രശസ്തിപത്രം സമ്മാനിച്ചു. വാദ്യകലാകാരന്മാരായ പെരുവനം സതീശന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ, അന്തിക്കാട് പത്മനാഭൻ, കൊടകര ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനം സമാപിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് അലക്സാണ്ടർ സാം അധ്യക്ഷത വഹിച്ചു. വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ, RK ദാമോദരൻ, KTDC ഡയറക്ടർ ബാബു ഗോപിനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 80 വയസ്സ് കഴിഞ്ഞ മാധ്യമപ്രവർത്തകരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ആദരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ 4 പേരുടെ പുസ്തകങ്ങൾ സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ പ്രകാശനം ചെയ്തു. ചലച്ചിത്ര നടൻ സുനിൽ സുഗത, ഫോറം ജനറൽ സെക്രട്ടറി KP
വിജയകുമാർ, ട്രഷറർ സി അബ്ദുറഹ്മാൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. സജീവമായി രംഗത്തുണ്ടായിരുന്നു. കുറെ കാലം പ്രവർത്തിക്കുന്ന രംഗത്ത് തൃശൂർ പാവറട്ടി മരുതിയൂരിൽ ഫുഡ് ഡെലിവറി ബോയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. മരുതിയൂർ സ്വദേശികളായ അമ്പാടി യേതുകൃഷ്ണൻ, പുതുവീട്ടിൽ അൽത്താഫ് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അകലാട് സ്വദേശി മുഹമ്മദ് ആദിലിനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത്. ബൈക്കിൽ പോകുമ്പോൾ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് വെള്ളം തെറിച്ചിരുന്നു. ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണ് പിന്നീട് കത്തിക്കുത്തിൽ കലാശിച്ചത്. 29ാമത് സംസ്ഥാന ജൂനിയർ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ രാജ്യാന്തര താരങ്ങളടക്കം 700 കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ബുധനാഴ്ച ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണമേറുന്നു. തെരുവ് നായ്ക്കൾ കുറുകെ ചാടിയുണ്ടായ അപകടങ്ങളും തുടർക്കഥയാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഏറുകയാണ്. വളർത്തുമൃഗങ്ങൾക്ക് നേരെയും നായ്ക്കളുടെ ആക്രമണം പതിവായിട്ടുണ്ട്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിൽ നടപടികൾ കാര്യക്ഷമമാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഹോട്ടൽ മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന ഇടങ്ങളിലാണ് തെരുവ് നായ്ക്കളുടെ ശല്യം ഏറെയുള്ളത്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ സമരത്തിലേക്ക്. NCRPS ദേശീയ പ്രസിഡന്റ് ആന്റണിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ RPS പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. ജില്ലാ ട്രഷറർ PD മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വർഗീസ് പൂവത്തിങ്കൽ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു വാഴാനി തുടങ്ങിയവർ സംസാരിച്ചു. മാള പഞ്ചായത്തിലെ പഴുക്കര മോഡേൺ കുന്നിലെ ജലസേചന പദ്ധതി നശിക്കുന്നു. പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന മേഖലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പദ്ധതി ആരംഭിച്ചത്. പഴൂച്ചിറയിൽ ഷെഡ് നിർമ്മിച്ച് ആദ്യം സ്ഥാപിച്ച മോട്ടോർ പുറത്തു കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചു. തുടർന്ന് ഷെഡിൽ സ്ഥാപിച്ച മറ്റൊരു മോട്ടോർ ഇതുവരെയും ഉപയോഗിക്കാതെ നശിച്ചു. പട്ടികജാതി വിഭാഗങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇല്ലാതായിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഉയർന്ന സ്ഥലത്ത് നിർമ്മിച്ച ടാങ്ക് നാശത്തിന്റെ വക്കിലാണ്. നമുക്കങ്ങനെ ഒരു ഉപകാരമില്ല. തലാണ് ഞങ്ങൾ വെറുതെ ഫ്രീ കൊടുക്കുന്നുണ്ട്. ഇത് വിട്ട് നമുക്ക് ഉപകാരം കൂടി ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ കിടക്കണം. എല്ലാം ഒട്ടെടുക്കുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇതിന്റെ മുകളിൽ നിന്ന് കയറി റൗണ്ട് വെച്ച് അവർ പോകും. പിന്നെ ഇല്ലേ പരിപാടി ഇതാണ് ഇപ്പൊ ചെയ്തു തരാന്ന് പറയും, ചെയ്യലില്ല. 2 കുടുംബങ്ങൾ വിട്ടു നൽകിയ സ്ഥലത്താണ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ തുടക്കത്തിൽ ഇരുമ്പുകൊണ്ടുള്ള പൈപ്പ് സ്ഥാപിച്ചിരുന്നത് പിന്നീട് PVC-യിലേക്ക് മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ പദ്ധതി പ്രാവർത്തികമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 40 വർഷം മുൻപാണ്. പലപ്പോഴായി ലക്ഷങ്ങൾ ചെലവഴിച്ചതിൽ അഴിമതി നടന്നതായി ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ജോയ് മാതിരപ്പിള്ളി പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ മാള പഞ്ചായത്തും ജില്ലാ പട്ടികജാതി വികസന ഓഫീസറും ചേർന്ന് ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ സംസ്ഥാന കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു. പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിന് ഇപ്പോൾ ചിറയിലെ വെള്ളം മാത്രമാണുള്ളത്. പട്ടികജാതി വികസന ഫണ്ട് ലഭ്യമാക്കി മോഡേൺ കുന്ന് ജലസേചന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. TCV ന്യൂസ്, മാള. ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നിത്യഹരിതങ്ങളായ വടക്കൻ പാട്ട് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കി വൃശ്ചിക പൂനിലാവേ എന്ന പേരിൽ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സംഗീത നിശയിൽ ഉണ്ണിയാർച്ച മുതൽ വടക്കൻ വീരഗാഥ വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് സംഗീതാസ്വാദകർക്കായി ആലപിച്ചത്. സംസ്ഥാന അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ രക്ഷാധികാരി കൂടിയായ നടൻ ജയരാജ് വാര്യർ, പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധം, ട്രഷറർ മധു ആനലൂർ എന്നിവർ നേതൃത്വം നൽകി. പിന്നണി ഗായകരായ പ്രദീപ് സോമസുന്ദരം, റീന മുരളി, ഇന്ദുലേഖ വാര്യർ എന്നിവരടക്കമുള്ള ഗായകരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഗാനങ്ങൾ ആസ്വദിക്കാൻ നിറഞ്ഞു കവിഞ്ഞ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ജില്ലാ യോഗ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലാ യോഗാസന മത്സരം സംഘടിപ്പിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. യോഗ അസോസിയേഷൻ പ്രസിഡന്റ് സജിത് നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. M രവീന്ദ്രനാഥൻ, AN സന്ദീപ്, ബാലകൃഷ്ണൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ബാലഗോകുലം തൃശ്ശൂർ ജില്ലാ പ്രവർത്തക സമിതി ശിബിരം തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ നടന്നു. ജില്ലാ ഭഗിനി പ്രമുഖ ഗീതാ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കാര്യദർശി PG ഷമ്മി, സഹകാര്യദർശി മാധവൻ, ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ VN ഹരി, കാര്യദർശി CK മധു തുടങ്ങിയവർ സംസാരിച്ചു. ആമ്പലൂർ പോളിടെക്നിക്കിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കല്ലൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിൽ എതിർഭാഗത്തു നിന്നും വന്ന ലോറി ഇടിക്കുകയായിരുന്നു. കാർ ലോറിയുടെ പുറകിൽ കുരുങ്ങിയതോടെ അരമണിക്കൂറോളം കല്ലൂർ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7250 രൂപ, പവന് 58,420 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3273 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിൽ കലഹം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചതായി ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസിൽ ആക്ഷേപം. പരാജയം സംബന്ധിച്ച് പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് BJPയിലും പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയതായി ആക്ഷേപം. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെതിരെ ഒരു വിഭാഗം രംഗത്ത്. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി, ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. പ്രമുഖ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സുവിശേഷ പ്രവർത്തകൻ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസിനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടിയത്. മുള്ളൂർക്കരയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം ലോറിക്ക് പുറകിലിടിച്ച് 8 പേർക്ക് പരിക്ക്. നിലമ്പൂർ വഴിക്കടവ് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഒട്ടുപാറയിൽ 30 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഒരാൾ കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂരിൽ 22 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.